ഹലോ ഗുട്ടൻ ടാഗ് und herzlichen willkommen. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ ലൈവ് സെഷനിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സാറ്റ്സ് മിറ്റ് wohin, woher. അപ്പോൾ ഈ റിലേറ്റീവ്സാറ്റ്സ് നമ്മളെങ്ങനെ wohin, woher വെച്ച് നമ്മളെങ്ങനെയാണ് റിലേറ്റീവ്സാറ്റ്സ് ഫോം ചെയ്യുന്നത് അതായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സ്ലൈഡ്സ്. സോ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ റിലേറ്റീവ്സാറ്റ്സ്. റിലേറ്റീവ്സാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്സാറ്റ്സ് is a type of clause that provides additional information about a noun or pronoun in a sentence. It typically begins with a relative pronoun such as who, which or that and describes the noun or pronoun it follows. ഇപ്പോൾ റിലേറ്റീവ്സാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോമൻ ഓർഡർ ഒരു നോമനെയോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഒരു റിലേറ്റീവ്സാറ്റ്സ്. അതായത് രണ്ട് സാറ്റ്സ് നമ്മൾ ഒന്നാക്കി റിലേറ്റീവ്സാറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ വിൽ സീ ദിസ്, ഇറ്റ് വിൽ ഗെറ്റ് ക്ലിയർ വെൻ വി സീ ദ ബൈഷ്പീൽ. നമ്മൾ ഈ ബൈഷ്പീൽ നോക്കുമ്പോഴത്തേക്കും എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്കും അത് ക്ലിയർ ആവും. സോ ലെറ്റ് സീ ആൻ എക്സാമ്പിൾ. ബൈഷ്പീൽ: ഇഷ് കെന്നെ ദേൻ മാൻ ദർ ഡോട്ട് വോണ്ട് ഐ നോ ദ മാൻ ഹു ലിവ്സ് ദർ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഐ നോ ദ മാൻ, ദർ മാന അത് അക്യുസാറ്റീവ് ആയതുകൊണ്ട് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയി മാറുന്നുണ്ട്, അത് ദേൻ മാനായി. ഇപ്പം ഈ മനുഷ്യൻ ഐ നോ എ മാൻ, ആ മനുഷ്യൻ എവിടെയാണ്? അവിടെയാണ് ലിവ് ചെയ്യുന്നത്, അവിടെയാണ് വോണൻ ചെയ്യുന്നത്. ദർ ഡോട്ട് വോണ്ട്, ഇവിടെ ഈ റിലേറ്റീവ് ക്ലോസ് ദർ ഡോട്ട് വോണ്ട് ഈ മാനിനെയാണ് ബെഷ്റൈബൻ ചെയ്യുന്നത്, അതായത് ഈ മാനിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ആ മനുഷ്യനെ അറിയുന്നു, അയാൾ അവിടെയാണ് വോണൻ ചെയ്യുന്നത്, അയാൾ അവിടെയാണ് ലിവ് ചെയ്യുന്നത്. സോ സ്ട്രക്ചർ നോക്കിയാൽ ഹോപ്സാറ്റ്സിൽ പോയത് ഇഷ് കെന്നെ ദേൻ മാൻ. അപ്പോൾ ഫസ്റ്റിൽ എഴുതുന്നതായിരിക്കും നമ്മുടെ ഹോപ്സാറ്റ്സ്. ഈ ഹോപ്സാറ്റ്സ് എന്ന് പറഞ്ഞാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വെർബായിരിക്കും. ഇഷ് കെന്നെ ദേൻ മാൻ, ഇതിനകത്ത് കെന്നനാണ് വെർബ്. കെന്നൻ ഈസ് ടു നോ. അപ്പോൾ ഞാൻ അയാളെ അറിയുന്നു, ഒരാളെ അറിയുന്നു, അയാൾ എവിടെയാണ്? അവിടെ താമസിക്കുന്ന ഒരാളെ ഞാൻ അറിയുന്നു. ആ രീതിയിൽ പോകുന്ന സെൻറ്റൻസ് ആണ് ഇത്. അപ്പോൾ ഹോപ്സാറ്റ്സിനകത്ത് ഇഷ് കെന്നെ ദേൻ മാനായി. റിലേറ്റീവ് സാറ്റ്സ്, അതായത് ബാക്കിയുള്ള ഈ നെയ്ബൻ സാറ്റ്സ് ആണ് റിലേറ്റീവ് സാറ്റ്സ്. സോ ഇൻ ദിസ് സാറ്റ്സ് ദർ ഡോട്ട് വോണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദർ വന്നത് ഈ ദേൻ മാനിൻ്റെ ആർട്ടിക്കൽ പോലെയാണ്. ഈ ദർ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോണോമൻ, അതായത് ദർ മാനിന് വേണ്ടി യൂസ് ചെയ്ത പ്രോണോമനാണ് ദർ. ഓക്കെ, അതിനുവേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വീണ്ടും ദർ മാൻ വോണ്ട് ഡോട്ട് എഴുതാത്തത് നമ്മൾ എഴുതുന്ന ദർ ഡോട്ട് വോണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ വീണ്ടും അതൊരു റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, എക്സാമ്പിൾ അലക്സിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ ആയിരിക്കും. അതേ രീതിയിൽ ഇവിടെ ദർ മാൻ്റെ ഒരു റിലേറ്റീവ് പ്രോണോമനാണ് ദർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ദർ ഡോട്ട് വോണ്ട്, അയാൾ എവിടെ താമസിക്കുന്നു, അയാൾ അവിടെ താമസിക്കുന്നു. ദർ ഡോട്ട് വോണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേറ്റീവ് ക്ലോസ് വരുമ്പോഴത്തേക്കും ഈ വെർബ് എൻഡേ പോവും. എൻഡേ എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസിൽ പോവും. പ്ലസ് അത് കോൺജുഗേറ്റഡ് ആയിരിക്കും. അത് കോൺജുഗേറ്റഡ് രീതിയിൽ, അത് കോൺജുഗേഷൻ സിംഗുലാർ. ഈ ദർ സിംഗുലാറിൻ്റെ കോൺജുഗേഷനിൽ വോണ്ട് ആയത്. സോ ഇത് ഓൾമോസ്റ്റ് എവറി വൺ മേ ബി നോയിങ് ഇറ്റ്. സോ ദിസ് ഇസ് ഹൗ വി ഫോം എ റിലേറ്റീവ് സാറ്റ്സ്. ഈ രീതിയിലാണ് നമ്മൾ റിലേറ്റീവ് സാറ്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിലേറ്റീവ് സാറ്റ്സ് ഒരു സ്ഥലത്തിനെ കുറിച്ചോ ഒരു ഡയറക്ഷനെ കുറിച്ചോ ആണ്. സോ ദർ വി ആർ യൂസിങ് woher, wohin ആസ് എ റിലേറ്റീവ് പ്രോണോമൻ. അപ്പോൾ അവിടെ woher, wohin, wohin ആണ് റിലേറ്റീവ് പ്രോണോമനായിട്ട്. അതായത് ഈ ദറിൻ്റെ സ്ഥലത്ത് അവിടെ ഒരു സ്ഥലത്തിനെ ആയിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ വി വിൽ ബി യൂസിങ് wohin, woher there. അപ്പോൾ ഇതൊരു ജനറൽ ഒരു കോൺസെപ്റ്റിന് വേണ്ടി റിലേറ്റീവ് സാറ്റ്സ് എന്താണ് അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഈ എക്സാമ്പിൾ തന്നേക്കുന്നത്. സോ വി വിൽ മൂവ് ഓൺ ടു ദ ടോപ്പിക് നൗ. നമ്മുടെ ടോപ്പിക് റിലേറ്റീവ് സാറ്റ്സ് മിറ്റ് wohin ആൻഡ് woher ആണ്. So first we'll see what is a relative sats mit wo. So relative sats with wo. Relative clauses or relative sats with wo are used to describe the place or location where something happens or is situated. ഈ വോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം, വോ എന്ന് പറഞ്ഞാൽ ഒരു വേഫ്രാഗെ പോലെ നമ്മൾ ചോദിക്കുന്ന വോ എന്ന് പറഞ്ഞാൽ വേർ. അപ്പോൾ ഇതൊരു ലൊക്കേഷൻ ആയിരിക്കും.
വരാൻ പോകുന്നത്, റൈറ്റ്? സോ വിൽ സീ ദ എക്സാമ്പിൾ. ദസ് ഇസ് ദസ് ഹൗസ് wo ich aufgewachsen bin. That is the house where I grew up. But that is das house. ഇതൊരു സ്ഥലം ഒരു പ്ലേസ് ആയിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ആ സ്ഥലം ദസ് ഹൗസിൻ്റെ എന്താണ് അവിടുത്തെ പ്രത്യേകത? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി അബൌട്ട് ദാറ്റ് ഹൗസ്? wo ich aufgewachsen bin. അവിടെയാണ് ഞാൻ വളർന്നത്. സോ ദാറ്റ് ഈസ് വൈ ദർ ഈസ് എ wo ഒരു പ്ലേസിന് വേണ്ടി അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥലം, ദാറ്റ് ഈസ് ദ ഹൗസ് വേർ ഐ ഗ്രൂ അപ്പ്. സോ ദാറ്റ് ഈസ് വേർ വി യൂസ് wo. ഒരു പൊസിഷൻ, ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ wo റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wo യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഗെറ്റ് ക്ലിയർ വെൻ വി സീ വൺ മോർ എക്സാമ്പിൾ. അനദർ എക്സാമ്പിൾ ഈസ് ദി സ്റ്റഡ് wo ich studiert habe ist sehr schön. The city where I studied is very beautiful. The city. ആ സിറ്റിയിൽ എന്താണ്, ആ സിറ്റിയുടെ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി അബൌട്ട് ദാറ്റ് സിറ്റി? അതിൻ്റെ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. wo ich studiert habe. ഇപ്പോൾ പാർട്ടിസിപ്പ് സ്വൈ പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നേബൻ സാറ്റ്സ് പോലെ പോകുമ്പം wo കഴിഞ്ഞ് സബ്ജക്റ്റ് ഇഷ്, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയർട്ട് പാർട്ടിസിപ്പ് സ്വൈ ഫോം എഴുതുക, അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് ഹാബന, അത് ഹാബ് എഴുതി കോൺജുഗേറ്റ് ചെയ്തു ഇഷിൻ്റെ അനുസരിച്ച്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇസ്റ്റ് സേർ ഷൂൺ. ഇസ്റ്റ് വീണ്ടും ആ സിറ്റീനെ കുറിച്ച്, ആ സിറ്റി ഈസ് വെരി ബ്യൂട്ടിഫുൾ, ആ രീതി പോകുന്നതാണ് ഇത് ഈ സെൻറ്റൻസ്. സോ ദിസ് ഇസ് ഐൻ ഗഷോബിനെ റിലേറ്റീവ് സാറ്റ്സ്. ഐൻ ഗഷോബിനെ എന്ന് പറഞ്ഞാൽ ആ റിലേറ്റീവ് സാറ്റ്സ്, അതായത് ആ ദി സ്റ്റട്ട്, ആ വേർഡ്, ആ നോമൻ വിച്ച് വി വാണ്ട് ടു ഡിസ്ക്രൈബ്, അതിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെ ആ റിലേറ്റീവ് സാറ്റ്സ് നമ്മൾ കോമ ഇട്ട് എഴുതും. അത് കഴിഞ്ഞ് കോമ ഇട്ട് വീണ്ടും വെർബ് എഴുതി ഈസ്റ്റ് സേർ ഷൂൺ. അപ്പം ഇത് ജസ്റ്റ് ബിസൈഡ്സ് ദ nomen or besides the subject, besides the thing which we want to describe in the relative sets, just beside it we write the relative sets. This is the way known as eingeschobene relative sets. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു വോയുടെ ഒരു എക്സ്പ്ലനേഷൻ. വോ എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ ആയിരിക്കും, ഒരു പൊസിഷനാണ് വിച്ച് വി ഹാവ് ടു ഡിസ്ക്രൈബ് വിത്ത് വോ. സോ വേർബ്സ് യൂസ്ഡ് ഇൻ റിലേറ്റീവ് ക്ലോസസ് വിത്ത് wo. വോയുടെ കൂട്ടത്തിൽ വരുന്ന റിലേറ്റീവ് സെറ്റ്സിനകത്ത് ഏതൊക്കെ വേർബ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അതൊരു മൂവ്മെൻറ്റ് ഇല്ലാത്ത വേർബ്സ് ആയിരിക്കും, റൈറ്റ്? സോ കോമൺ വേർബ്സ് ആർ ലേബൻ ടു ലിവ്, ആർബൈറ്റൻ ടു വർക്ക്, സ്റ്റുഡിയൻ ടു സ്റ്റഡി, einkaufen ടു ഷോപ്പ്, wohnen to live or reside, and besuchen to visit. ഇതാണ് കോമൺ വേർബ്സ് വിച്ച് വി യൂസ്ഡ് ഇൻ റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wo. അപ്പോൾ റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wo എന്ന് പറഞ്ഞാൽ അതൊരു ലൊക്കേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിലേറ്റീവ് സാറ്റ്സ് ആയിരിക്കും. ഇറ്റ് വിൽ ഡിസ്ക്രൈബ് അബൌട്ട് ദാറ്റ് ലൊക്കേഷൻ. ഒരു സ്ഥലത്തിനെ കുറിച്ചോ ഒരു പ്ലേസിനെ കുറിച്ചോ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചോ അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് സാറ്റ്സ് ആയിരിക്കും റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wo. സോ നെക്സ്റ്റ് വി വിൽ ഗോ ടു റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wohin. So relative sets with wohin. Relative clauses with wohin are used to describe the direction or destination of a movement. അപ്പോൾ നമുക്കറിയാം wohin എന്ന് പറഞ്ഞ ഒരു വേ ഫ്രാഗ് ടു വേർ, എവിടേക്ക്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് എ മൂവ്മെൻറ്റ്. അതൊരു മൂവ്മെൻറ്റ് ഉള്ള വേർബ്സ് ആയിരിക്കും, അക്യുസാറ്റീവിൽ പോകുന്ന വേർബ്സ് ആയിരിക്കും wohinൻ്റെ കൂട്ടത്തിൽ വരാൻ പോകുന്നത്. സോ ദാറ്റ് വിൽ ഷോ എ മൂവ്മെൻറ്റ് ഓർഡർ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു സെൻറ്റൻസസ് ആയിരിക്കും റിലേറ്റീവ് സാറ്റ്സ് വിത്ത് wohin നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. Thus ist der Ort, wohin ich gerne reise würden. That is the place to where I would like to travel. അതാണ് ആ സ്ഥലം. ടു വേർ, എവിടേക്ക് ഞാൻ റൈസൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് wohin ഈസ് യൂസ്ഡ്. wohin ഒരു അക്യുസാറ്റീവ് ഒരു വെർബ്, അതായത് റൈസൺ ഇതൊരു അക്യുസാറ്റീവ് വെർബ്. സോ അവിടെ wo അല്ല, നമ്മൾ wohin ആയിരിക്കും. ടു വേർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ. ദി സ്റ്റഡ് wohin wir gestern gefahren sind war sehr schön. The city where we drove to yesterday was very beautiful. The city wohin, അവിടേക്ക്. ടു വേർ വിയർ ഗെസ്റ്റൺ ഗെഫാരൻ സിന്ത്, അവിടെ വീണ്ടും ഒരു മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. നമ്മൾ യെസ്റ്റർഡേ ആ സ്റ്റഡിലോട്ട് ട്രാവൽ ചെയ്തു. സോ ദാറ്റ് ഈസ് എ മൂവ്മെൻറ്റ്. ടു വേർ വി ട്രാവൽഡ് യെസ്റ്റർഡേ വാർ സേർ ഷൂൺ. അപ്പോൾ
അപ്പോൾ wohin always is with a direction, with a movement. wohin ഒരു അക്യൂസാറ്റീവ് ഒരു ഫോം ഓഫ് വേഫ്രാഗയ വോയുടെ ഒരു അക്യൂസാറ്റീവ് ഫോമാണ്. അപ്പം ടു വേറിൻ്റെ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ആ റിലേറ്റീവ് സാറ്റ്സിൽ വെർബ് വരുന്നത് it will be to where. Okay. So when to use a wohin? When to use relative sats with wohin? wohin എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡയറക്ഷൻ. wohin is used to describe the direction or destination of a movement. ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് is movement. wohin is used to with verbs like fahren, reisen, gehen or kommen. ഈ എല്ലാം വേർബ്സിൻ്റെയും ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ സോ വി വിൽ യൂസ് wohin in such cases. സോ വേർബ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. വേർബ്സ് കോമൺലി യൂസ്ഡ് ആർ fahren to drive, reisen to travel, gehen to go, kommen to come, fliegen to fly, laufen to run, wandern to hike. ഈ എല്ലാം വേർബ്സ് ഒരു മൂവ്മെൻറ്റ് ഉള്ള വേർബ്സ് ആണ്. ദാറ്റ് ഈസ് പേഴ്സൺ ഈസ് മൂവിങ് ഫ്രം പൊസിഷൻ എ ടു പൊസിഷൻ ബി. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന ഒരു വേർബ്സ് ആണ് ഇത്. സോ ദാറ്റ് വിൽ ഒബ്വിയസ്ലി യൂസ് wohin. അക്യൂസാറ്റീവ് ഫോം ആയിരിക്കും അത് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വി വിൽ സീ ദ ലാസ്റ്റ് കേസ്, ദാറ്റ് ഈസ് woher. Relative clause with woher are used to describe the origin or source of something. woher എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്. So that is why it is used to describe the origin or the source. For example, thus is the start woher ich komme. That is the city where I come from. അപ്പോൾ woher നമുക്കറിയാം ഫ്രം വെയർ. ഇതിൻ്റെ ലിറ്ററൽ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറഞ്ഞാൽ ഫ്രം വെയറാ. അപ്പോൾ ഇതൊരു ഒറിജിൻ ആയിരിക്കും കാണിക്കുന്നത്, ഒരു സോഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. ദി ഫാമിലിയെ woher mein Freund stammt ist sehr bekannt. The family from which my friend originates is very well known. അപ്പം ഇവിടെ സ്റ്റാമനാണ് വന്നേക്കുന്നത്. സ്റ്റാമൻ ഈസ് ടു ഒറിജിനേറ്റ്. അപ്പം ഇത് അഗെയിൻ woher ഫ്രം വെയർ ഇസ് ദ ഒറിജിൻ, ഫ്രം വെയർ ഇസ് ദ സോഴ്സ്. അതുകൊണ്ടാണ് woher വന്നത്. ഓക്കെ. ഈ woher mein Freund stammt ഇത് ഈ ഫാമിലിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫ്രം ദിസ് ഫാമിലി മൈ ഫ്രണ്ട് കംസ് ഫ്രം ദിസ് ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും നമ്മൾ റിലേറ്റീവ് സെറ്റ്സിൽ നമ്മൾ ആ സെൻറ്റൻസ് ആ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വിൽ സി വെൻ ടു യൂസ് woher. woher ഈസ് യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപോലെ ഒറിജിൻ ആൻഡ് സോഴ്സ്, ഒരു ഒറിജിനും സോഴ്സും കാണിക്കാനാണ് woher യൂസ് ചെയ്യുന്നത്. woher ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഒറിജിൻ ഓർ സോഴ്സ് ഓഫ് സംതിങ്. ഒരു ഒറിജിനെ കാണിക്കാനായിരിക്കും നമ്മൾ woher യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു സോഴ്സിനെ കാണിക്കാൻ. For example, woher is also used to describe the origin of people, thing or information. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഇല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ദ പീപ്പിൾ ഓർ ദ തിങ്സ്, അതും നമ്മൾ woher വെച്ചാണ് യൂസ് ചെയ്യുന്നത്. സോ അറ്റ് ലാസ്റ്റ് വിൽ സി സം ഓഫ് ദ കോമൺ എക്സാമ്പിൾസ്. വേർബ്സ് കോമൺലി യൂസ്ഡ് ഇൻ റിലേറ്റീവ് ക്ലോസസ് വിത്ത് woher. സോ ഫസ്റ്റ് വരുന്ന കോമൺ ich komme aus എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒബ്വിയസ്ലി നമ്മൾ A1 തൊട്ട് പഠിക്കുന്നത് woher kommen Sie. woher kommen Sie from where do you come. അതുകൊണ്ട് ആ common എപ്പോഴും ടു കം ഫ്രം, അതായത് എൻ്റെ ഹൈമെറ്റ് ലാൻഡ്, എൻ്റെ നേറ്റീവ് ലാൻഡ്, അതായിരിക്കും ഈ കോമൻ്റെ ഉദ്ദേശം. ഓക്കെ. കോമൺ. നെക്സ്റ്റ് സ്റ്റാമൻ ടു ഒറിജിനേറ്റ്. തേർഡ് common aus ടു കം ഫ്രം. ഫോർത്ത് her urine ടു ഒറിജിനേറ്റ് ഫ്രം. ഫിഫ്ത്ത് abstammen ടു ഡിസെൻഡ് ഫ്രം. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാം വേർബ്സിൻ്റെ ഒരു ജനറൽ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഒറിജിനേറ്റ് ഫ്രം ഓർ ടു കം ഫ്രം എന്നാണ്. So this is how we use relative sets with woher. So I hope this topic is clear with you. You will use this in your Schreiben and expression. Relative sets is very important. നമ്മുടെ എല്ലാ ലെവലിൽ മോസ്റ്റ്ലി B1 B2 ലെവലിൽ റിലേറ്റീവ് സെറ്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. There are different ways of writing relative sets. അതിനകത്ത് ഒരു ടൈപ്പാണ് woher, wohin. It is for the place or direction or originality. ഈ മൂന്ന് ടോപ്പിക്സിന് വേണ്ടിയാണ് നമ്മൾ ഈ റിലേറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ വിത്ത് യു ആൻഡ് ഐ ഹോപ്പ് യു വിൽ യൂസ് ദിസ് ഇൻ യുവർ Schreiben as well as Sprechen. So vielen Dank und tschüss, auf Wiedersehen.